നമസ്കാരം. ഹിസ്ബുള്ള തീവ്രവാദികളെ തെക്കൻ ലെബനനിൽ കടന്നുകയറി ഇസ്രായേൽ സൈന്യം വധിച്ചതിന് തൊട്ട് പിന്നാലെ ചെങ്കടലിൽ ഹൂതി വിമതരുടെ 21 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അമേരിക്കയും ബ്രിട്ടനും അവകാശപ്പെട്ടു. ചെങ്കടലിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല കപ്പലുകൾക്ക് നേർക്ക് ഈ ഹൂതി വിമതർ മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ അയച്ചിരുന്നു. പക്ഷേ ഒരു കപ്പലിന് പോലും അപകടം സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഈ മേഖലയിൽ അമേരിക്കയും ബ്രിട്ടനും അവരുടെ നാവിക സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കപ്പലുകൾക്കൊരു പ്രധാന നിർദ്ദേശം നൽകിയിട്ടുള്ളത് സംശയകരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രത്യേക നിർദ്ദേശം. ഹൂതി വിമതരെ സംബന്ധിച്ചിടത്തോളം അവർ ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ പൗരന്മാർക്ക് ഉടമസ്ഥത അവകാശമുള്ള ഏതെങ്കിലും കപ്പലുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ തങ്ങൾ ആക്രമിക്കുമെന്ന് പല തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരന്തരമായ രീതിയിൽ അവർ ആക്രമണം നടത്തുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 21 ഡ്രോണുകൾ വെടിവെച്ച് ഇടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനെയും സംബന്ധിച്ച്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഹൂതി വിമതരുടെ 3 ബോട്ടുകൾ, അത് ആയുധം സംഭരിച്ച് വെച്ചിട്ടുള്ള 3 ബോട്ടുകൾ അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു. അപ്പോൾ ഈ മാർഗത്തിലൂടെയൊക്കെ തന്നെ കടന്നു പോകുന്ന കപ്പലുകൾ വൻതോതിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ചെങ്കടലിൽ ഇപ്പോഴും ഇവരുടെ സാന്നിധ്യം ഉണ്ട് ഹൂതി വിമതരുടെ. കൂടാതെ ഇവർ അപ്രതീക്ഷിതമായി ഹെലികോപ്റ്ററിലും മറ്റും എത്തി കപ്പലുകളിലേക്ക് കടന്നു കയറി അവയെ ആക്രമിക്കുകയും ജീവനക്കാർ ബന്ദികളാക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഇവർ തട്ടിക്കൊണ്ടുപോയ ഒരു കപ്പൽ ഇനിയും വിട്ടു നൽകിയിട്ടില്ല. ഹൂതി വിമതരുടെ ഇത്തരത്തിലുള്ള ആക്രമണം ശക്തമായ ഒരു സാഹചര്യത്തിൽ ചെങ്കടലിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. അവ പലതും ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വൻതോതിൽ വ്യവസായ ബന്ധത്തെയൊക്കെ തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഈ മേഖലയിൽ ശക്തമായ സാന്നിധ്യം തങ്ങൾ ചെലുത്തണം എന്നാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ തന്നെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 21 ഡ്രോണുകളെ വെടിവെച്ചിട്ടത്. ഡ്രോണുകൾ അയച്ച് ആക്രമണം നടത്തുന്നത് പലപ്പോഴും ഹൂതി വിമതരുടെ ഒരു സ്ഥിരം രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോണുകളെ എത്രയും വേഗം കണ്ടെത്തി വെടിവെക്കുക എന്നുള്ളതാണ് ഈ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ തന്നെ നയം. നേരത്തെ പല കപ്പലിലെയും ജീവനക്കാർ തങ്ങളെ ഡ്രോണുകൾ പിന്തുടരുന്നതായും ചെറു ബോട്ടുകളിൽ തങ്ങളെ ചിലർ പിന്തുടർന്നെത്തിയതായും ഒക്കെ തന്നെ പരാതിപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ഏർപ്പെടുത്തുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹൂതി വിമതരെയും ഹിസ്ബുള്ളയൊക്കെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കൂടി സഹായം ഇത്തരത്തിൽ ലഭിക്കുന്നത് അവർക്ക് ഏറെ സഹായകരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇവരെല്ലാം പിന്തുണയ്ക്കുന്ന ഇറാൻ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും അമേരിക്കയോടുള്ള തങ്ങളുടെ ചിരകാല വൈരം കൂടി മുതലാക്കാൻ ഒരുപക്ഷെ ഈ ഒരു അവസരത്തിൽ അവർ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയുടെ തന്നെ ഏറ്റവും പ്രമുഖമായ യുദ്ധക്കപ്പലായ ജെറാൾഡ് ഫോർഡ് നേരത്തെ ഇവിടെ തമ്പടിച്ചിരുന്നു. പിന്നീട് ജെറാൾഡ് ഫോർഡിനെ അമേരിക്കയിലേക്ക് മടക്കിക്കൊണ്ടുപോയെങ്കിലും അമേരിക്കയുടെ മറ്റ് ചില പടക്കപ്പലുകൾ ഈ മേഖലയിൽ തന്നെ റോന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഹൂതി വിമതരെ സംബന്ധിച്ച് വൻ ഭീഷണി തന്നെയാണ്. നേരത്തെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇവർ നിരന്തരമായി ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. യമനിലെ അധികാരമൊക്കെ പിടിച്ചെടുത്ത ഹൂതി വിമതരാകട്ടെ അവിടെയും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ വിവിധ മേഖലകളിൽ നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് നിരന്തരമായി മിസൈലുകൾ അയക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഹമാസും ഹൂതി വിമതരും ഹിസ്ബുള്ളയും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം ആയുധ സംവിധാനങ്ങളിൽ ഏറെ പരിശീലനം ലഭിച്ചവരാണ്. ഇവർക്ക് പരിശീലനം നൽകിയത് ഇറാനാണ് എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ 21 ഡ്രോണുകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഹൂതി വിമതർ ഒന്ന് അടങ്ങാനാണ് സാധ്യത. പക്ഷേ അവർ ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. തങ്ങളുടെ ഡ്രോണുകൾ ആക്രമിക്കപ്പെട്ടതായി അവർ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും അൽ ജസീറ TV പുറത്തുവിട്ട വാർത്തയിൽ ചെങ്കടലിൽ ഹൂതി വിമതരുടെ ഡ്രോണുകൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സൈന്യം വെടിവെച്ചിട്ടതായി പരാമർശമുണ്ട്. എന്താണെങ്കിലും ഈ മേഖലയിലെ ഇവരുടെ സാന്നിധ്യം, ഹൂതി വിമതരുടെ സാന്നിധ്യം തീർത്തും ഇല്ലാതാക്കുക തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം.